ചന്ദ്രനിൽ ഒരാളുടെ കുടുംബ ഫോട്ടോ ഇപ്പോഴും കിടക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കാറ്റില്ല, ശബ്ദമില്ല, അനന്തമായ ചാരനിറത്തിലുള്ള പൊടി മാത്രം. 1972 ഏപ്രിലിൽ അപ്പോളോ 16 ദൗത്യത്തിനിടെ ബഹിരാകാശ യാത്രികനായ ചാൾസ് ഡ്യൂക്ക് കൃത്യമായ ആ നിമിഷം അനുഭവിച്ചു. ചന്ദ്രനിൽ നടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹം കൂടെ ഒരു സാധനം കൊണ്ടുവന്നിരുന്നു: അദ്ദേഹത്തിൻ്റെ കുടുംബ ഫോട്ടോ. ഓക്സിജൻ ടാങ്കുകൾ, ശാസ്ത്രീയ ഉപകരണങ്ങൾ, ചന്ദ്ര റോവർ എന്നിവയ്ക്കിടയിൽ ചാൾസ് ഡ്യൂക്ക് 2 കുട്ടികളുടെയും ഒരു ചെറിയ ഫോട്ടോ വഹിച്ചു. തൻ്റെ ചന്ദ്രനടയാത്ര പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഡ്യൂക്ക് ശ്രദ്ധാപൂർവം ഫോട്ടോ എടുത്ത് പൊടി നിറഞ്ഞ പ്രതലത്തിൽ സ്ഥാപിച്ചു. അവിടെ അത് വെക്കുന്നതിന് മുൻപ് അദ്ദേഹം മറ്റൊരു ചിത്രവും പകർത്തി. ആ ഫോട്ടോയുടെ പിൻഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ എഴുതി: 1972 ഏപ്രിലിൽ ചന്ദ്രനിൽ വന്നിറങ്ങിയ ഭൂമിയിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികനായ ചാർലി ഡ്യൂക്കിൻ്റെ കുടുംബമാണിത്. ആ ചെറിയ ഫോട്ടോ ഇന്നും അവിടെയുണ്ട്. അതിനെ പറത്തിവിടാൻ കാറ്റില്ല, കഴുകിക്കളയാൻ മഴയില്ല, തിന്നാൻ പ്രാണികളുമില്ല. നിശബ്ദത മാത്രം. മനുഷ്യൻ എന്തൊക്കെ നിർമ്മിച്ചാലും, എത്ര ലക്ഷം കിലോമീറ്റർ അകലെ പോയാലും നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഏറ്റവും വലിയ പ്രചോദനം ഇപ്പോഴും നമ്മൾ സ്നേഹിക്കുന്ന ആളുകളാണെന്ന ഓർമ്മപ്പെടുത്തൽ. ഗതാഗതം, വൈഫൈ, സമയപരിധികൾ, ശബ്ദങ്ങൾ എന്നിവയ്ക്കിടയിൽ നിന്നും വളരെ അകലെ ചന്ദ്രനിൽ എവിടെയോ ഭൂമിയിൽ നിന്നുള്ളൊരു കുടുംബത്തിൻ്റെ ചെറിയ ഫോട്ടോ.